ടു സ്റ്റോറീസ്. അപ്പം ഇന്നത്തെ വിശേഷം, കുറേ നാളാവുന്നു ഞാനിങ്ങനൊരു ഇൻട്രോ പറഞ്ഞിട്ട് തന്നെ. കുറേ നാളായിട്ടാണ് ഞാൻ വ്ലോഗ് എടുക്കുന്നത്, കുറേ നാളാവുന്നത്. എൻ്റെ ചാനൽ വീഡിയോ ഇട്ടിട്ടാണെങ്കിലും കുറേ നാളൊന്നും തൊട്ട് മൂടൊന്നും ഇല്ലാതെ ഒന്നിനും അതിനെയൊക്കെ നടന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓണത്തിന് തുണി എടുക്കാൻ പോകുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നെറ്റ് നോക്ക് നിങ്ങൾ കണ്ടായിരുന്നു. ഇങ്ങ് വന്നേ. യെസ് വ്ലോഗാണ്. എന്താണ് ഓണം, നമ്മളെവിടെ പോകണം? എന്തുകൊണ്ട് നിങ്ങൾ ഞെട്ടരുത്, ഇവിടെ ഫുള്ള് കാറ്റ്, അതുകൊണ്ട് ഫുള്ള് എപ്പോഴും ഇങ്ങനെ കഥകടയിൽ എന്തുവാ ജനല അടയൽ, അങ്ങനെ ഫുള്ള് അടയലാണ്. എൻ്റെ കയ്യിൽ ഇത് കണ്ടോ, മെഹന്തി. ഇന്നലെ ഇവിടെ ചേച്ചിമാർ ഇട്ടോണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടുന്നതാണ്. എനിക്കുണ്ട് എൻ്റെ ഇതുണ്ട്. അവരുടെ കയ്യിലുണ്ടെന്ന് കാണാൻ പറ്റൂല, ഇങ്ങനെ കാണിക്കുക. അത് കണ്ടു കാണും. നിങ്ങൾ കണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ കട്ട് ചെയ്തു. എനിക്ക് ഇവിടെ ഉണ്ട് ഗൈസ്, എൻ്റെ ഇവിടെ ഞാൻ എൻ്റെ പിക്ക് എവിടെയെങ്കിലും കൊടുക്കാം. ഞങ്ങൾ പിക്ക് എടുത്തിട്ട് കാണാൻ പറ്റത്തില്ല, ഞാൻ പിക്ക് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് എവിടെ പോന്നു? എവിടെ അറിയത്തില്ല. എന്ത് പരിപാടി? എന്ത് ഇപ്പം? തുണി എടുക്കാൻ പോവാ. എവിടാന്ന് പ്ലാൻ ഒന്നും ചെയ്തില്ല, തുണി എടുക്കാൻ പോവാ, അത് മാത്രമേ എനിക്കറിയാം. അപ്പൊ ഇനി ഞങ്ങളുടെ ഉള്ള ഒരു സാധനത്തിനോട് കണ്ടേ, എന്നെ വിളിക്കുക. വേഗം വാ ചേച്ചി ഇൻവെർട്ടറാണ്. ചേച്ചിയുണ്ട്, അങ്ങനെയൊന്നും അല്ല, ചുമ്മാ തള്ളാണ് ഇതൊക്കെ, നിങ്ങൾ വിശ്വസിക്കുകയേ ചെയ്യരുത്. ഇടയ്ക്ക് വെച്ച് കാണിക്കാം. ഇനി ചേച്ചിയുടെ ഫോണിൽ നമുക്ക് വ്ലോഗ് എടുക്കാം. എൻ്റെ ബാക്ക് ക്യാമറയ്ക്ക് വലിയ ക്ലാരിറ്റി ഇല്ല. അപ്പം നമ്മൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങിയതാണ്, ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുവാണ്. ചേച്ചി ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്, അവിടെ ചേച്ചി ഇപ്പോൾ ഇറങ്ങി വരും. അതിന് നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പോകുന്നതായിരിക്കും. അപ്പം ഇനി ചേച്ചിയെ കണ്ടു കാണാം. ബൈ. നമ്മൾ ആർക്കെ മാളിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അവർ ഓൾറെഡി കയറി കഴിഞ്ഞ് ഞാനിവിടെ നിൽക്കുവാണ്. ഓക്കെ, കമോൺ ലെറ്റ്സ് ഗോ. എൻ്റെ ഇവിടെ വലിയ കാര്യത്തിലുള്ള സാരി തപ്പുവാണ്, പക്ഷെ ഒന്നുവരെ ഒന്നും ഒത്തില്ല. അവരെ നിങ്ങളത് സഹായിക്കണം, സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാൻ പറഞ്ഞു. സപ്പോർട്ട് ചെയ്യുക. സവാള എടുക്കും നോക്കാണ്, പക്ഷെ ഞാൻ ഒന്നും എടുക്കും നിങ്ങൾ പ്രതീക്ഷിക്കുക. ഗൈസ്, നമ്മളിവിടുന്ന് വേറെ കടയിലോട്ട് പോവുകയാണ് ഗൈസ്. രണ്ടെണ്ണം തന്നെ നടന്നു പോകുന്നു ഗൈസ്. നമ്മളിപ്പോൾ ആർക്കെ മാളിൽ കയറിയിട്ട് നമുക്കൊന്നും ഇഷ്ടപ്പെടാറുണ്ട്, നമ്മൾ അടുത്ത കട തപ്പി നടക്കുവാണ് ഗൈസ്. അപ്പോൾ രണ്ട് വാഴകൾ രണ്ട് സൈഡിൽ നടപ്പുണ്ട്. ഞാൻ എൻ്റെ നടുക്ക് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഞാൻ ചേച്ചിയുടെ ഫോണിലാട്ടോ വ്ലോഗ് എടുക്കുന്നത്. ചേച്ചിയാണ് എൻ്റെ ഇന്നത്തെ ക്യാമറാമാൻ. എല്ലാം കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോളൂ, നല്ല നോയ്സ് ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത കടയിൽ എത്തിയിട്ടാണ് ഗൈസ്. നമ്മളിപ്പോൾ ഏത് മാളായിരുന്നു? രാമചന്ദ്രനിലെത്തി ഗൈസ്. സോറി, ഇവിടെ ഭയങ്കര ക്രൗഡാണ് ഗൈസ്. എനിക്കാണ് വീഡിയോ എടുക്കാൻ ഷൈ അടിക്കുന്നത്. ഇവിടെ ചേച്ചിയുടെ ബാഗ് വിളിച്ച് നടന്ന വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വല്ലതും കിട്ടുമോ എന്ന് അറിയത്തില്ല, എന്തായാലും നമുക്ക് തപ്പി നോക്കാം ഗൈസ്. അപ്പം കം ഓൺ, ലെറ്റ്സ് ഗോ ടു അവർ ഷോപ്പിംഗ്. ഞാൻ തന്നെ കയറി എനിക്കൊരു മുട്ടൻ പണി കിട്ടി ഗൈസ്. എൻ്റെ കാല് പോയിട്ട് അവിടുത്തെ സാധനത്തിനകത്ത് ഇടിച്ചും കയറി. അപ്പം എൻ്റെ കാലിൽ മുറിഞ്ഞ് ഗൈസ്. നമ്മളിപ്പം വീട്ടിലെ മൂത്ത അമ്മമാർക്ക് സാരി തപ്പി നടക്കുമ്പോഴാണ്. ആ സാരിയാണ് ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത്. ഞങ്ങൾക്ക് സാരി ഇഷ്ടപ്പെടാൻ ഭയങ്കര പാടാണ് ഗൈസ്. ഉള്ള സാരിയുടെ ഇടയിൽ കൂടെ എല്ലാം നടന്നു കളിക്കുകയാണ്. നമ്മളെന്ത് തപ്പുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്ത് തേങ്ങയാണോ. എന്തായാലും ലെറ്റ്സ് ഗോ ഗൈസ്. ഇവിടെ ഞങ്ങൾ തകൃതിയായിട്ട് സാരി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അച്ചാമ്മയ്ക്ക് ഇല്ലാത്ത കളർ നോക്കി എടുക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടിലാണ്. സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. അവളോട് നമുക്ക് ചെന്ന് ചോദിച്ചു നോക്കാം. കമോൺ. എന്തിനാ ഈ സാരി കൊള്ളാമോ? ഈ സാരി കൊള്ളാമോ? ഹലോ ഹലോ ഹലോ, ഈ സാരി കൊള്ളാമോ? ലൈക്കായില്ല ഗൈസ്, അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. നമുക്കിത് കൊണ്ടുവെക്കാം അവനെ. നമ്മൾ അവസാനം അച്ചാമ്മയ്ക്ക് ഈ സാരി തന്നെ സെലക്ട് ചെയ്തു ഗൈസ്. ഞാൻ സെലക്ട് ചെയ്തതാണ് ഗൈസ്. നമ്മൾ 2 പേർക്കുള്ള സാരി എടുത്തു. ദണ്ട് ഇത് ആർക്കാന്നറിയത്തില്ല, ഇതും ഒരെണ്ണം.
നമ്മൾ 2 സാരി എടുത്തിരിക്കണം. ഇനി നമുക്ക് ഇഷ്ടംപോലെ ഡ്രസ്സ് എടുക്കാറുണ്ട് ഗൈസ്. അപ്പം കമോൺ ലെറ്റ്സ് ഗോ. 4 സാരി എടുത്തിട്ടുണ്ട്. സാരി ഇത് ആർക്കാന്ന് അറിയത്തില്ല, ഇത് ആർക്കാന്ന് അറിയത്തില്ല. ഇത് വലിയ പച്ചിക്ക, ഇത് അവർക്കാന്നാ പറഞ്ഞു. അങ്ങനെ നമ്മൾ 4 സാരി എടുത്തിട്ടുണ്ട്. പക്ഷേ ട്രോളിൽ തന്നെ ഞാൻ ചുമന്ന് കിടക്കുക. അപ്പോൾ അത്രയുള്ള അടുത്ത് എടുക്കുകയാണ്. സാരിയൊക്കെ എടുത്തിട്ട് ഇനി അതിന് പറ്റുന്ന ബ്ലൗസ് ഒക്കെ വന്നേക്കുവാണ്. കമോൺ. അവളവിടെ പോയി, ഞാൻ അവളെ ഇപ്പം കണ്ടായിരുന്നു. പക്ഷെ അവളെ പിന്നെ കാണാൻ കണ്ടുപിടിക്കാം കേട്ടോ. ദാണ്ട നടക്കുന്നത് നമ്മളപ്പോൾ ഇവിടെ സാധനങ്ങൾ തപ്പി നടക്കുവാണ്. എന്തായാലും ഇവിടെ വന്നിട്ട് നമുക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് ആർക്കെ മാൾ വെച്ച്. ഇപ്പം ഞങ്ങൾ ഇവിടെ എത്തിയത് 2:45 ഇപ്പം ടൈം കാണുന്നുണ്ടോ? ടൈം ഇപ്പോൾ 3:51 ഗൈസ്. ഇത് ഇവിടെ നിന്നൊക്കെ എപ്പോൾ ഇറങ്ങുമെന്ന് അറിയത്തില്ല. എന്തായാലും നല്ല മുട്ടൻ പണിയാണ്. പക്ഷെ ഇതുവരെ ഞങ്ങൾക്കൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നമ്മളിവിടെയാണ് സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വാരി പറയിക്കൊണ്ടിരിക്കുക. എന്തായാലും എനിക്ക് ഇതുവരെ തുണിയൊന്നും എടുത്തില്ല ഗൈസ്. ഇപ്പം 4 മണി 4:05 സ്റ്റിൽ രാമചന്ദ്രനിൽ തന്നെയാണ്. അവർ രണ്ടുപേരുടെ എന്താ ഫാൻസി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയി. മനസ്സിലായി കണ്ടിട്ടല്ലേ? അത് വാങ്ങിക്കാൻ വേണ്ടി അവർ അത്ര വരെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ അവരോട് പറയാൻ ഞാൻ അകത്ത് കയറി ഇറങ്ങിയായിരുന്നു. അവരറിഞ്ഞില്ല. അപ്പം നമുക്ക് ഇനി കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഇനി ഒത്തിരി വാങ്ങിക്കാനുണ്ട്. ഇതൊക്കെ എപ്പം തീർന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബസ്റ്റിൽ ഷോപ്പിങ്ങിലാണ് ഗൈസ്. ഓക്കെ, ഞാൻ എന്നെ തന്നെ കാണിച്ചു തരാവേ. ഒരു മിനിറ്റ് കാണാൻ പറ്റുമോ? അയ്യോ, എന്നെ കാണുന്നില്ല ഗൈസ്. ഞാൻ തന്നെ കാണുന്നില്ല ഗൈസ്. കണ്ടോ ഗൈസ്? ആ ഫോൺ കൊണ്ട് ടി വിയിൽ കാണുന്നുണ്ടോ? ഒരു കുന്തം കാണുന്നില്ലേ? ഇതിനകത്തോട്ട് കയറിപ്പോയിട്ട് കുറച്ച് സമയം ഒന്നര കാണുന്നില്ല. വെയിറ്റ്. ചെരുപ്പ് സാധനങ്ങളൊക്കെ എടുത്തു. ഇനി നമ്മൾ 3 തപ്പിയുള്ള നടത്തുകയാണ്. ഇനി നമുക്ക് ബോയ്സിനുള്ള ഡ്രസ്സ് എടുക്കാം. കുറച്ച് നിങ്ങൾ തന്നെ കാണുക. എനിക്ക് തോന്നി ഷോപ്പിംഗ് ഇപ്പോഴെങ്ങും കഴിയത്തില്ല. ഇപ്പം ടൈം ഞങ്ങളെന്തായാലും 2:30-2:45 എന്നിട്ട് കയറിയതാണ്. ഇപ്പം ടൈം 5:30. എനിക്ക് തോന്നുന്നില്ല ഇവിടുന്ന് ഒരു 8 മണിയാവാതെ ഇറങ്ങുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ഇപ്പം തന്നെ ഒരു ട്രോളി നിറഞ്ഞു. ഇനി അടുത്ത ട്രോളി എടുക്കേണ്ടി വരുമല്ലോ. അവരെന്നെ കാണുന്നില്ലൊക്കെ എങ്ങോട്ട് പോയി? എങ്ങോട്ടോ പോയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു മൂലയ്ക്ക് നിൽക്കാം. അതായിരിക്കും എനിക്ക് നല്ലത്. ഓക്കെ ഗായ്സ്, ഇനി അടുത്ത് എന്ത് പണിയൊക്കെ കിട്ടുന്ന അറിയത്തില്ല. ഇതിപ്പം നേരത്തേക്കാണ് ഷോപ്പ് ചെയ്യാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു. ഇപ്പം ചപ്പി ഞാൻ ഒരു മൂലയ്ക്കായിട്ടുണ്ട്. എത്ര മണിക്കൂറായിട്ട് നിൽക്കുന്ന എണ്ണമൊന്നുമില്ല. മണിക്കൂറുകളൊക്കെ പോകുന്നുണ്ട്. അവിടെ ചത്തൊരു മൂല ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും എടുത്ത് ഞങ്ങൾ നേരത്തെ ഷോപ്പിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഷോപ്പിന് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. പിന്നെ ഹലോ ഗൈസ്, ഇപ്പം ടൈം 6:45. സ്റ്റിൽ ഞങ്ങൾ ഷോപ്പിങ്ങിൽ തന്നെയാണ്. ഇപ്പം അവസാനം ബില്ലടിക്കാറായപ്പോൾ ഒരു പണി കിട്ടി. എൻ്റെ തോളിൽ കിടക്കുന്ന ബാഗും എൻ്റെ ഈ കൈ ഇരിക്കുന്ന ബാഗും കൂടെ അവിടെ ട്രോളി വെച്ചിട്ട് പോയതായിരുന്നു. പക്ഷേ ആ ട്രോളി ഈ സാധനം എല്ലാവരും എടുത്തുകൊണ്ട് പോയി. അവസാനം ഞാൻ കസ്റ്റമർ കെയറിൻ്റെ സർവീസിൻ്റെ അല്ലേ ആ സാധനത്തിൻ്റെ അവിടെ പോയി ഞാൻ ഇതൊക്കെ വാങ്ങിച്ചിട്ട് നിൽക്കുവാണ്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ബില്ലടിച്ചിട്ട് സ്ഥലം കാലിയാക്കാൻ പോവുക. അപ്പം ഇനി ബാക്കിയൊക്കെ റൂമിൽ ചെന്നിട്ട് വയ്യ. കാലുവരെ ഇടുന്നത് മേലുവരെ ഇടുന്നത് ഫുൾ ഇത്രയും നേരം ഇവിടെ നടന്ന് ഓടിയൊന്നും കൈ കണക്കൊന്നുമില്ല. അതുകൊണ്ട് നല്ല പൊടി പെയിനുണ്ട്. അപ്പം നേരെ റൂമിലോട്ട് അത് മാത്രമേ മൈൻഡിലുണ്ട്. എല്ലാം തിന്നാൻ പറ്റിയൊക്കെ തിന്നണം. ഇത്രയൊക്കെ മൈൻഡിലുള്ളൂ ഗൈസ്. അപ്പം ബാക്കി റൂമിൽ എത്തിയിട്ട് കാണാം.